കേരളത്തിൽ വീണ്ടും ഗർവാപ്പസി. ക്രിസ്തുമതത്തിലേക്ക് പരിവർത്തനം ചെയ്തവരെ തിരികെ എത്തിക്കാനുള്ള നീക്കങ്ങൾ ഹൈന്ദവ സംഘടനകൾ സജീവമാക്കി. ഛത്തീസ്ഗഡ് സംഭവത്തിന്റെ പശ്ചാത്തലത്തിലാണ് വിശ്വ ഹിന്ദു പരിഷത്ത് അടക്കമുള്ള സംഘടനകളുടെ നീക്കം. ന്യൂസ് 18 എക്സ്ക്ലൂസീവ് വാർത്തയും ദൃശ്യങ്ങളുമാണ് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്നത്. ജീവിതം നയിച്ചുകൊള്ളാമെന്ന് അഗ്നിസാക്ഷിയായി ഇതിനാൽ സത്യം ചെയ്തുകൊള്ളുന്നു. ഞാനും എൻ്റെ പരമ്പരയും ഇനിയുള്ള കാലം സനാതനധർമ്മത്തിൽ അഥവാ ഹൈന്ദവ ധർമ്മത്തിൽ അധിഷ്ഠിതമായ ജീവിതം നയിച്ചുകൊള്ളാമെന്ന് അഗ്നിസാക്ഷിയായി ഇതിനാൽ സത്യം ചെയ്തുകൊള്ളുന്നു. ഛത്തീസ്ഗഡിൽ 2 മലയാളി കന്യാസ്ത്രീകൾ അറസ്റ്റിലായ പശ്ചാത്തലം. നിർബന്ധിത മതപരിവർത്തനമാണ് നടക്കുന്നത് എന്ന് ഹൈന്ദവ സംഘടനകൾ ഉൾപ്പെടെയുള്ളവർ ആരോപിക്കുന്ന സാഹചര്യം. ഇതിനിടയിലാണ് ഇപ്പോൾ കേരളത്തിൽ വീണ്ടും ഈ ഗർവാപ്പസി നടക്കുന്നത്. ഛത്തീസ്ഗഡിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇത്തരത്തിൽ നീക്കങ്ങൾ ഹൈന്ദവ സംഘടനകൾ സജീവമാക്കിയിട്ടുള്ളത്. ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി രഞ്ജിത്ത് രാമചന്ദ്രൻ ആണ് ചേരുന്നത്. രഞ്ജിത്ത്, നേരത്തെ ഗർവാപ്പസി വാർത്തകളിൽ ഇടം പിടിച്ചിട്ടുണ്ട് എങ്കിലും ഇപ്പോൾ പ്രധാനമായും ചർച്ച ചെയ്യപ്പെടുന്നത് ഈ ഛത്തീസ്ഗഡിലെ സംഭവം ആണ്. അവിടെ നിർബന്ധിത മതപരിവർത്തനത്തിനുള്ള ശ്രമമാണ് നടന്നത് എന്ന് ഹൈന്ദവ സംഘടനകൾ ആരോപിക്കുന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. അതിനിടയിലാണല്ലോ കേരളത്തിൽ ക്രിസ്തുമതത്തിലേക്ക് കൺവെർട്ട് ചെയ്തവരെ തിരികെ എത്തിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. എന്താണ് ഇതിൻ്റെ പൂർണ്ണരൂപം? നമ്മളിപ്പോൾ ന്യൂസ് 18 പുറത്തുവിടുന്ന ദൃശ്യങ്ങൾ, അഭിലാഷ്, അത് കോട്ടയത്ത് നിന്നുള്ള ദൃശ്യങ്ങളാണ്. ഇന്ന് രാവിലെ നടന്ന സംഭവമാണ് ഇത്. കോട്ടയത്ത് ഒരു സ്ഥലത്ത്, ഒരു ഉൾപ്രദേശത്ത് ഇപ്പോൾ ക്രിസ്ത്യൻ ചേരമർ വിഭാഗത്തിൽപ്പെട്ട, അതായത് ഹിന്ദു മതത്തിൽ നിന്ന് നേരത്തെ ക്രിസ്ത്യൻ ചേരമർ വിഭാഗത്തിലേക്ക് മാറിയ ആളുകളെ തിരികെ എത്തിക്കുന്ന ഒരു 4 കുടുംബമാണ്. ഒരു ഭാര്യയും ഭർത്താവും 2 കുഞ്ഞുങ്ങളുമുണ്ട്. ഇവരെ തിരികെ എത്തിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ഇത്തരത്തിൽ കേരളത്തിൽ ഉടനീളം ഈ സംഭവം ഈ കഴിഞ്ഞ ദിവസങ്ങളിലായി വിശ്വ ഹിന്ദു പരിഷത്ത് അടക്കമുള്ള ഹൈന്ദവ സംഘടനകൾ സജീവമാക്കിയിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമ്മൾ അവരുമായൊക്കെ ബന്ധപ്പെട്ടപ്പോൾ നമ്മളോട് അവർ പറഞ്ഞത് വളരെ കൃത്യമായി തന്നെ ഗസറ്റഡ് ഓഫീസറുടെ സാക്ഷ്യപത്രമടക്കം, അതായത് നിയമപരമായുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടാണ് കൺവേർഷൻ അല്ലെങ്കിൽ മതം ഘർ വാപ്പസി എന്നുള്ളതാണ്, സ്വന്തം മതത്തിലേക്ക് തിരികെ കൊണ്ടുവരുന്നത് സംവിധാനം എന്നുള്ളതാണ് അവർ പറയുന്നത്. അതായത് യാതൊരു തരത്തിലുള്ള പ്രലോഭനമോ അല്ലെങ്കിൽ ബലമായോ ഉള്ള സംഗതികളല്ല എന്നും അവർ വ്യക്തമാക്കുന്നുണ്ട്. അതിൻ്റെ വിശദാംശങ്ങൾ ഒരു പക്ഷേ അവരുടെ സംഘടനാ നേതാക്കൾ തന്നെ പങ്കുവച്ചേക്കും. നമുക്കറിയാം 2014 ഇതുമായി ബന്ധപ്പെട്ട് വലിയ ചർച്ചകൾ കേരളത്തിൽ നടന്ന സംഭവം നമ്മളിപ്പോൾ ഓർത്തെടുക്കണം. കാരണം വിശ്വ ഹിന്ദു പരിഷത്തിന്റെ നേതൃത്വത്തിൽ പുനഃമത പരിവർത്തനം എന്ന പേരിൽ ഇവർ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഓർഗനൈസ് ചെയ്തിരുന്നു. ആലപ്പുഴയിലെ ഹരിപ്പാട്ടും കൊല്ലത്തെ അഞ്ചലിലുമായി 2 ഇടങ്ങളിൽ അന്ന് സംഭവവികാസങ്ങൾ നടന്നത് രാഷ്ട്രീയ കേരളം വലുതായി ചർച്ച ചെയ്താണ്. പാർലമെന്റിൽ ഈ വിഷയം വലിയ ശക്തമായി ഉന്നയിച്ച ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. പാർലമെന്റ് ഇരുസഭകളും ബഹളമയമായതൊക്കെ നമ്മൾ കണ്ടതാണ്. ഈ ഘർ വാപ്പസി നിർബന്ധിത മതപരിവർത്തനമെന്നാണ് കോൺഗ്രസിന്റെയും മറ്റും ആരോപണം. പക്ഷേ ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് ഈ ഛത്തീസ്ഗഡുമായി ബന്ധപ്പെട്ട സംഭവവികാസങ്ങൾ അത് കേരളത്തിലും ചില അലയൊലികളൊക്കെ സൃഷ്ടിച്ചിരുന്നു. കാരണം അവിടെ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത് ആ സംസ്ഥാനത്തിന്റെ പ്രത്യേക സാഹചര്യത്തിലാണ് എന്നൊക്കെ പറയുമെങ്കിലും കേരളത്തിൽ അത് വലിയ വിഷയമായി കോൺഗ്രസും CPM അടക്കമുള്ള പാർട്ടികൾ എടുത്ത പശ്ചാത്തലം കൂടിയുണ്ട്. ഒപ്പം ക്രൈസ്തവ സംഘടനകൾ ഉടനീളം BJPക്കെതിരെയും മറ്റും രംഗത്ത് വന്ന കാഴ്ചകൾ കൂടി നമ്മൾ കണ്ടതാണ്. കാരണം നേരത്തെ നമുക്കറിയാം ക്രിസ്ത്യൻ മതവിഭാഗവുമായി അടുക്കാൻ ശ്രമിച്ച BJPയുടെ നേതൃത്വത്തിലാണ്, കാർമ്മികത്വത്തിലാണ് ഇത്തരം സംഭവങ്ങൾ നടക്കുന്നത് എന്നുള്ള ആക്ഷേപവും ആരോപണവും മറ്റുമാണ് ക്രൈസ്തവ സംഘടനകൾ ഉയർത്തിയത്. പക്ഷേ BJPയുമായി വ്യത്യസ്ത ആശയധാരയിൽ അല്ലെങ്കിൽ വ്യത്യസ്ത അഭിപ്രായത്തിലുള്ളവരാണ് ഇപ്പോൾ VHP പോലെയുള്ള ഹൈന്ദവ സംഘടനകൾ എന്നതുകൂടി ചേർത്ത് വെക്കണം. ഈ ഹൈന്ദവ സംഘടനകൾ തന്നെയാണ് ഇത്തരം സംഗതികൾക്ക് തുടക്കം കുറിച്ചിരിക്കുന്നത്. 2014 മറ്റും ഇത്തരത്തിൽ വലിയ സംഗതികൾ നടന്ന ഒരു പശ്ചാത്തലം കൂടി ഉണ്ടായിരുന്നു. കോട്ടയത്ത് ഘർ വാപ്പസി നടത്തി എന്നുള്ള കാര്യം നമുക്ക് ഓർമ്മയുണ്ട്. ഹരിപ്പാട്ട് ആലപ്പുഴയിലെ
ഹരിപ്പാട്ട്, കൊല്ലത്ത് അഞ്ചൽ എന്നീ പ്രദേശങ്ങളിലെ കറവാപ്പസിയുമായി ബന്ധപ്പെട്ട അന്ന് ചില കേസുകളും മറ്റും ഉണ്ടായതൊക്കെ ഈ ഘട്ടത്തിൽ ഓർത്തെടുക്കും. അതിനുശേഷം ഈ കറവാപ്പസിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും നമ്മൾ കേട്ടിരുന്നില്ല. രഹസ്യമായി ഇത്തരം കാര്യങ്ങൾ നടത്തിയിരുന്നുണ്ട് എന്നാണ് ഈ സംഘടനകൾ പറയുന്നത് എങ്കിൽ പോലും പുതിയ സംഭവ വികാസങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഇത്തരം നടപടികളിലേക്ക് കടന്നിരിക്കുന്നത്. അതായത് ഹിന്ദു മതത്തിൽ നിന്ന് പലവിധ പ്രലോഭനങ്ങൾ കൊണ്ട് ക്രിസ്ത്യൻ മതത്തിലേക്ക് കൺവേർട്ട് ചെയ്യപ്പെട്ട ആളുകളുണ്ട്, ക്രിസ്ത്യൻ ദളിത് വിഭാഗങ്ങളായി കൺവേർട്ട് ചെയ്യപ്പെട്ട ആളുകളുണ്ട്. പല വിധത്തിലുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കും എന്നുള്ള പേരിലാണ് ഈ കൺവേർഷനും മറ്റും കാലങ്ങളായി നടന്നു വരുന്നത് എന്നാണ് ഹിന്ദു സംഘടനകൾ അവകാശപ്പെടുന്നത്. ഇവരെ തിരികെ സ്വന്തം മതത്തിലേക്ക്, നേരത്തെ ഉണ്ടായിരുന്ന ഹിന്ദു മതത്തിലേക്ക് തിരികെ കൊണ്ടുവരിക എന്നുള്ള ലക്ഷ്യം കൂടിയാണ് തങ്ങൾ ഖർവാപ്പസിലൂടെ ഉദ്ദേശിക്കുന്നത് എന്നവർ കൃത്യമായി തന്നെ പറയുന്നുണ്ട്. നേരത്തെ നമുക്കറിയാം 2014 ഗുജറാത്തിലെ വാൽസദ് ജില്ലയിൽ 200-ലധികം ക്രിസ്ത്യാനികളെ ഹിന്ദുമതത്തിലേക്ക് കൊണ്ടുവന്ന VHP ഒക്കെ അവകാശപ്പെട്ട പശ്ചാത്തലമുണ്ടായിരുന്നു. അത് വലിയ ഒരു പ്രശ്നമായി, ഒരു ആഭ്യന്തര പ്രശ്നമായി ഒക്കെ അവിടെ മാറിയ ഒരു സാഹചര്യം കൂടി നമ്മൾ ഇതിലൂടെ ചേർത്ത് വെക്കണം. ഒപ്പം കേരളത്തിലെ മലയോര ജില്ലകളിലും മറ്റും, ഇടുക്കി പോലെയുള്ള മലയോര ജില്ലകളിലും മറ്റും വിശ്വ ഹിന്ദു പരിഷത്തും ആര്യ സമാജവും ചേർന്ന് 100ഓളം ക്രിസ്ത്യാനികളെ ഹിന്ദുമതത്തിലേക്ക് പരിവർത്തനം ചെയ്തതായി മറ്റും അവകാശപ്പെട്ട പശ്ചാത്തലമൊക്കെയുണ്ട്. അന്നൊക്കെ അതിൻ്റെ ദൃശ്യങ്ങളും മറ്റും പുറത്തു വന്ന് നമ്മൾ ഓർക്കുന്നുണ്ടാകും. അതിനുശേഷം ഇപ്പോൾ ഈ പുതിയ ഛത്തീസ്ഗഡ് പോലെയുള്ള സംഭവവികാസങ്ങളുടെ പശ്ചാത്തലത്തിലാണ് വീണ്ടും ഇത്തരം ഖർവാപ്പസി കേരളത്തിൽ സജീവമാക്കുന്നത് എന്നാണ് ഹിന്ദു സംഘടനകൾ അവകാശപ്പെടുന്നത്. ഏതായാലും നമുക്ക് ദൃശ്യങ്ങൾ വളരെ കൃത്യമായി തന്നെ കാണാം. ഒരു പൂജാരിയുടെ സാന്നിധ്യത്തിൽ തങ്ങൾ സനാതന ധർമ്മത്തിൽ വിശ്വസിക്കുന്നു എന്ന് അവരെ കൊണ്ട് പറയിപ്പിച്ചാണ് ഈ കൺവേർഷൻ അല്ലെങ്കിൽ ഈ ഖർവാപ്പസ് നടക്കുന്നത് എന്നതുകൂടി ചേർത്ത് വെക്കണം. അവർ അവകാശപ്പെടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, യാതൊരു പ്രലോഭനവുമില്ല, ബലപ്രയോഗത്തിലൂടെ അല്ല ഈ കൺവേർഷൻ നടക്കുന്നത്. ഈ മതത്തിലേക്ക് ഹിന്ദു മതത്തിൽ നിന്ന് മാറിയവരുടെ പരിപൂർണ സമ്മതത്തോടെ, ഗസറ്റഡ് ഉദ്യോഗസ്ഥരുടെ സർട്ടിഫിക്കറ്റോടെ, അവരുടെ നിയമപരമായ സാക്ഷ്യത്തിലൂടെയാണ് ഈ കൺവേർഷൻ അല്ലെങ്കിൽ ഈ മതപരിവർത്തനം, മതത്തിലേക്ക്, സ്വന്തം മതത്തിലേക്ക് തിരികെ കൊണ്ടുവരുന്നുള്ള സംവിധാനങ്ങൾ ഒരുക്കുന്നത് എന്നാണ് VHP അടക്കമുള്ള സംഘടനകൾ അവകാശപ്പെടുന്നത്. അഭിലാഷ്. യെസ്, എന്തായാലും ഇപ്പോൾ VHP നേതാവ് കൂടിയായിട്ടുള്ള അഡ്വക്കേറ്റ് അനിൽ വിളയിൽ കൂടിയുണ്ട്. അഡ്വക്കേറ്റ് അനിൽ വിളയിൽ, താങ്കൾ ഈ വിഷയം ശ്രദ്ധിച്ചിരുന്നു. അതായത് കോട്ടയത്ത് ഖർവാപ്പസിയിലൂടെ ഹിന്ദുമതത്തിലേക്ക് ഒരു കുടുംബത്തിലെ 4 പേരെ തിരികെ എത്തിക്കുന്നു എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിൻ്റെ ദൃശ്യങ്ങളടക്കമാണ് ന്യൂസ് 18 പങ്കുവെക്കുന്നത്. തീർച്ചയായിട്ടും അത് അറിഞ്ഞിട്ടുണ്ട് വിവരം. അതായത് ഇതിപ്പോൾ ഒരു സംസ്ഥാന വ്യാപകമായി തന്നെ നടക്കുന്ന നീക്കത്തിൻ്റെ ഭാഗമാണോ? ഇത്തരത്തിൽ കൂടുതൽ ആളുകളെ തിരികെ ഈ മതത്തിലേക്ക്, ഹിന്ദു മതത്തിലേക്ക് എത്തിക്കുവാനുള്ള നീക്കമൊക്കെ നടക്കുന്നുണ്ടോ? അല്ലല്ല, ഇത് വിശ്വ ഹിന്ദു പരിഷത്ത് ഉണ്ടായത് തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. സനാതന ധർമ്മം വിട്ടുപോയ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ സനാതന ധർമ്മത്തിൽ നിന്ന് മാറിപ്പോയ ആൾക്കാർക്ക് തിരികെ വരാൻ ആഗ്രഹമുണ്ടെങ്കിൽ അവർക്ക് സർവ്വവിധമായ സഹായങ്ങളും ചെയ്തു കൊടുക്കുക എന്നുള്ളത് വിശ്വ ഹിന്ദു പരിഷത്തിന്റെ രൂപീകരണത്തിലൊരു ഉദ്ദേശം തന്നെയാണ്. അത് ഈ ഛത്തീസ്ഗഡ് വിഷയവുമായി ബന്ധപ്പെട്ടുള്ള കാര്യമൊന്നുമല്ല.